സമൂഹത്തിൽ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ വളരെ ഡിഫറൻ്റായിട്ട് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ തുറയിലുള്ളവരും ഒന്നിച്ചിരുന്ന് മാതാപിതാക്കളും അധ്യാപകരും സമൂഹത്തിലുള്ള എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാവരും ചേർന്ന് ഡിസ്കസ് ചെയ്യേണ്ട, ഡോക്ടേഴ്സൊക്കെ ചേർന്നിരുന്ന് ഡിസ്കസ് ചെയ്യേണ്ട വലിയൊരു ടോപ്പിക്കാണ്. അത് ഒരു കാലത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിൻ്റെ അപജയം എന്ന് നമ്മളെല്ലാവരും ഉത്തരവാദികളാണ്, എല്ലാവരും. അതുകൊണ്ട് അതൊരു നമ്മൾ ലാഘവത്തോടെ പറയേണ്ട ഒരു കാര്യമല്ല. വ്യക്തമായ സ്റ്റഡി ഉണ്ടാവണം, വ്യക്തമായ തീരുമാനങ്ങൾ ഉണ്ടാവണം. മുൻപോട്ടുള്ള യാത്രയിൽ ഈ തലമുറയെ എങ്ങനെ നമ്മളുടെ കൈക്കൊമ്പിളിൽ പ്രൊട്ടക്റ്റഡായിട്ട് കൊണ്ടുവരാമെന്നുള്ളതിന് വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ടിയിരിക്കുന്നു. ഒറ്റപ്പെട്ട അല്ലെങ്കിൽ ഒരു ആരോപണം ഒരു സിനിമയുടെ പുറത്തോ അല്ലെങ്കിൽ സിനിമാക്കാരിൽ പുറത്തോ മാത്രമായിട്ട് ഒതുങ്ങേണ്ടതല്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ഒരു സിനിമ വരുമ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേ പാറ്റേണിൽ ഒത്തിരി സിനിമ ചെയ്യാനുള്ള ഇത് വരും. അപ്പം അത് ഒരു ശരിയാണ്. ഒരേ പാറ്റേൺ തന്നെ കൂടുതൽ ക്രൈം എന്നാൽ കൂടുതൽ കാശ് കിട്ടുന്ന രീതിയിലേക്ക് കളക്ഷൻ കിട്ടുന്ന രീതി സിനിമ എല്ലാ കാലത്തും അങ്ങനെ തന്നെ. ട്രെൻഡ് എന്ന് പറയുന്ന അതൊരു ഫോമാറ്റ് അനുസരിച്ച് ഏത് കാലത്തും ഈ പറഞ്ഞ പോലെ അതാത് കാലത്തിന്റെ സ്വഭാവമുള്ള വയലൻസ് ഒക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഈ കാലം എങ്ങനെ മാറി? കൊച്ചുകുട്ടികളുടെ കയ്യിൽ കളിക്കാൻ കൊടുക്കുന്ന ഗെയിം എന്ന് പറയുന്ന ഒരു ടൂൾ അല്ലെങ്കിൽ ഒരു ഗാഡ്ജറ്റിൽ കൊടുക്കുന്ന ഒരു ഗെയിം, അതിൻ്റെ തീവ്ര സ്വഭാവം നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു. ആഹാരം കഴിക്കാത്ത ഒരു കുട്ടിക്ക് കയ്യിലോട്ട് കൊടുക്കുന്ന ഒരു ഗെയിം, അത് ആ ഗെയിമിൻ്റെ അകത്ത് അവൻ കളിക്കുന്ന ഗെയിമിലുള്ള എത്രമാത്രം മാരകമായിട്ടുള്ള വിഷ്വൽസ് ആണ് എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടിയിരിക്കും. അത് ബ്ലഡ് ഷെഡിങ് അവിടെ തുടങ്ങുകയാണ്. അതുകൊണ്ട് പഴയ കാലത്ത് നമ്മളൊരു മുത്തശ്ശി കഥയിൽ നമുക്ക് ചെറിയ ചെറിയ ഭയം ഉണ്ടാവുമായിരുന്നു. ആ കഥയിൽ ഉണ്ടാകുന്ന ഇരുട്ടിനെ അല്ലെങ്കിൽ കുറച്ച് പതിഞ്ഞിരിക്കുന്ന ഏതെങ്കിലും നമ്മൾ ഭയപ്പെടുത്തുന്ന ഒരുപാട് എലമെന്റ്സ് ഉണ്ടായിരുന്നു. ഇന്ന് കുട്ടികളെ അങ്ങനത്തെ കഥകൾ പറഞ്ഞാൽ ഭയപ്പെടില്ല അവരെ. കാരണം അതിനേക്കാളും ഫെറോഷ്യസ് ആയിട്ടും അതിനേക്കാളും രൗദ്രഭാവമുള്ള ഒരുപാട് ഗെയിംസ് അവർ കളിച്ച് കഴിഞ്ഞിരിക്കുന്നു. അവരെ ഭയപ്പെടുത്തുന്നില്ല അതൊന്നും. അതുപോലെ തന്നെ വയലൻസും ചെറിയ 2 വയസ്സുള്ള 1 വയസ്സുള്ള കുട്ടിയൊക്കെ ഇങ്ങനെ ഗണ്ണ് കൊണ്ട് ഷൂട്ട് ചെയ്ത് ബ്ലഡ് തെറിക്കുന്ന കണ്ട് അവൻ്റെ മനസ്സിനെ അതൊക്കെ ഒരു സാധാരണ ഫീൽഡിലേക്ക് മാറ്റിയെടുത്തിരിക്കുന്നു. അപ്പോൾ അവിടെ തൊട്ടേ തുടങ്ങുന്നു വയലൻസിൻ്റെ ആറ്റിറ്റ്യൂഡിലുള്ള മാറ്റം. അപ്പോൾ അത് നമ്മൾ നോക്കിക്കാണും. ആ ഒരു കുട്ടി അതിന് ഞാൻ കാണുന്ന ഏറ്റവും വലിയ ഉത്തരവാദികളും ഇന്നത്തെ നമ്മുടെ മാതാപിതാക്കളാണെന്ന് അവരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ കുട്ടികളെ ആവശ്യത്തിൽ കൂടുതൽ ലാളനയോട് കൂടി വളർത്തുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ പുതിയ തലമുറയിലുള്ള അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഉൾപ്പെടുന്ന മാതാപിതാക്കളിൽ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റം. നമുക്ക് കിട്ടാത്തത് മുഴുവൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു എന്നുള്ളൊരു വലിയ തെറ്റാണ്.